ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലെൻഡർ BS6-ൻ്റെ നല്ല അടിപൊളി റിവ്യൂ ആണ്. കാരണം എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് സ്പ്ലെൻഡറിൻ്റെ റിവ്യൂ. സോ എൻ്റെ വണ്ടി അത്യാവശ്യം മോഡിഫൈഡും ആണ്. സോ എല്ലാവരും ഓഫ് കോഴ്സ് കാണും. എവിടെ വെച്ച് കണ്ടാലും നന്നായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോട്ടീസ് ചെയ്യുന്ന വണ്ടിയാണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഫുള്ളായിട്ട് വണ്ടി ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് ഇതിപ്പോൾ ഇന്ന് ചെയ്ത വർക്കാണ് കേട്ടോ. ഇതുവരെ ഇരുന്ന വേറെ വർക്കാണ്. ഇപ്പോൾ ആൾക്കാരും വീഡിയോ വണ്ടിയുടെ പറ്റി കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. മിസ്റ്റർ ഡ്യൂഡ് 677 എന്നാണ് ID. സോ അതാണ്. സോ വണ്ടിയുടെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം 2 വർഷമായിട്ടുണ്ട്. 2 വർഷത്തിൽ എനിക്ക് ആകെ ഇതിൽ പണിയെന്ന് പറഞ്ഞ് കിട്ടിയേക്കണത് ആകെ ടയറാകെ മാറിയുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഫോർക്കിന് ചെറിയൊരു ബെൻഡ് പറ്റിയിട്ടുണ്ട്. അത് ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു, വണ്ടി സ്കിഡായിട്ട് വീണിട്ട്. സോ അതിൻ്റെ ഒരു ആയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും വണ്ടിക്കില്ല. പിന്നെ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തേക്കുന്ന വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ വർക്കാണ് വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തേക്കുന്നത്. അതിൽ ഏട്ടാണ്ട് ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസർ Euro 1-ൻ്റെ നമ്മുടെ പഴയ സ്പ്ലെൻഡറിൻ്റെ സൈലൻസറാണ് ചെയ്തേക്കുന്നത്. അതും ബ്രാൻഡഡാണ്. മെറ്റൽ ഫോൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള പഞ്ചാബിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നൊരു ഐറ്റമാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം അടിപൊളി സൗണ്ടാണ്. പിന്നെ ഒരു 1.5 ഇഞ്ച് അതിൻ്റെ ബാക്കിൽ നമ്മൾ ഹോള് സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടറിയാം, സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഹൈറ്റ് നെറ്റ് യൂസ് ചെയ്ത് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ ചെറിയ സ്റ്റിക്കർ വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ രീതിക്കൊരു വർക്ക് പോലെ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ബ്രംബോയുടെ ക്യാനുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, DRL, സെഡിൻ്റെ ഇൻഡിക്കേറ്റർ, അതുപോലെ സെഡിൻ്റെ മിറർ, പിന്നെ ബാർ ഹാൻഡിൽ, പ്രോ ടേപ്പർ, അതുപോലെ തന്നെ ക്വിക്ക് ത്രോട്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന മെയിനായിട്ട് സ്പ്ലെൻഡർ എടുക്കുന്ന എല്ലാവരും മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ മെയിനായിട്ട് ഇത് എന്തായാലും വയ്ക്കണം, നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ബോർഡർ. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് അടിപൊളി ലുക്കാണ്. അത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, അടിപൊളിയാണ് അത് വെച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ അണ്ടർബില്ല്. പക്ഷേ അണ്ടർബില്ല് വെക്കണമെങ്കിൽ നിങ്ങൾ വണ്ടി ഹൈറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ വണ്ടി എടുത്തിട്ട് ഏറ്റവും സങ്കടം വന്ന കാര്യം അതാണ്. കാരണം ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാന്നൊക്കെ ഓർത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യം ഞാൻ പോയിട്ട് അണ്ടർവെല്ല് മേടിച്ചു. അണ്ടർവെല്ല്, അതുപോലെ തന്നെ ഹാൻഡിൽ, മിറർ, അതുപോലെ തന്നെ വേറെ എന്താ മേടിച്ചത്, ഇത്ര സമയം ഞാൻ ഒരുമിച്ചാണ് മേടിച്ചത്. പിന്നെ ഹെഡ്ലൈറ്റ്, LED ഹെഡ്ലൈറ്റ്. ആ സമയത്തൊക്കെ MVD ലൈസൻസ് സീനായിരുന്നതുകൊണ്ട് അന്ന് എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാനത് റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി. പക്ഷേ റെഡിയാക്കിയപ്പോൾ ഞാൻ ചെയ്യേണ്ട പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നോർമൽ മഡ് ഗാർഡ് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മഡ് ഗാർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർവെല്ല് മുട്ടും. അണ്ടർവെല്ല് വെച്ച് കഴിയുമ്പോഴത്തേനും മറ്റേ നമ്മുടെ ക്രാഷ് ഗാർഡ് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. വയ്ക്കുമ്പോൾ നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടും ഇതിനൊക്കെ പണിയായിട്ട്. ഇതിപ്പോൾ ഇത് ഞാനിങ്ങനെ പൊക്കി വെച്ചേക്കുന്നല്ല കേട്ടോ. ഇത് ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്ലാമ്പ് നമ്മൾ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഫുള്ള് പൊട്ടിപ്പോവും, ഈ മഡ് ഗാർഡ്. അതങ്ങനെയാണ്, അതിൻ്റെ കറക്റ്റ് ക്ലാമ്പിങ് പക്കയായില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ പൊട്ടിപ്പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചേക്കുന്നതാണ് തൽക്കാലം. അപ്പോൾ നാട്ടിൽ ചെന്ന് അപ്പോൾ തന്നെ റെഡിയാക്കി. ഞാൻ ഇവിടെ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെഡിയാക്കും. പക്ഷേ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിന് മൊത്തം വരേണ്ടി വരുമെന്നാണ് പറയുന്നത്. MVD നല്ല സീനാണെന്നാണ് കേട്ടത്. അപ്പോൾ അതെന്തായാലും മാറണം. പിന്നെ നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഏകദേശം 2.5 ഇഞ്ചോളം ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർക്ക് ബൂട്ട് ഇട്ടേക്കുന്ന അവഞ്ചറിൻ്റെ ഫോർക്ക് ബൂട്ട്. കാരണം എല്ലാവരും ഇടുന്ന വേറെയാണ്. ഇത് അവഞ്ചറിൻ്റെ ഫോർക്ക് ബൂട്ട്. അതുപോലെ തന്നെ ട്വിസ്റ്ററിൻ്റെ മഡ് ഗാർഡ്. ഇത്ര നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ബാക്ക് ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ടെയിൽ എല്ലാവരും കട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വൃത്തി കിട്ടത്തില്ല. എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര അഴുക്കാണ് കാണാൻ. കുറേ പേര് ചെയ്തിട്ട് എൻ്റെ അടുത്ത് തന്നെ അവസാനം പറഞ്ഞു, അതാ കറക്റ്റ് ഫിനിഷിങ് കിട്ടുന്നില്ല, അതെന്താ ചെയ്യേണ്ടത് ഫിനിഷിങ് കിട്ടാൻ. അത്രയും ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് ആ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിങ് കിട്ടും. പിന്നെ നമ്മൾ ബാക്കിലത്തെ ഗ്രാബ് ഇച്ചിരി പൊക്കിയിട്ടുണ്ട്. കാരണം ബാക്കിലിരിക്കുന്ന ആൾക്കാണെങ്കിൽ പോലും നമുക്കൊന്ന് ജസ്റ്റ് ബോഡി ഒന്ന് പതിയെ റെസ്റ്റ് ചെയ്യാൻ, നമുക്ക് അതിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന സീറ്റ് കവറൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. സീറ്റ് കവർ കമ്പനിയിൽ നിന്ന് ഭയങ്കര മോശമായിരുന്നു. പിന്നെ സ്പ്ലെൻഡറിന് പൊതുവേ നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ച് പണികൾ, ആദ്യം വണ്ടി എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന കുറച്ച് പണികൾ ഞാൻ പറഞ്ഞുതരാം. അത് ഒരു വൈബ്രേഷൻ വരും ആദ്യം. എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് അവിടെ ഇവിടെയൊക്കെ തപ്പും. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു. എല്ലാവർക്കും ഈ വിഷയം വന്നിട്ടുണ്ട്. സംഭവം ഇതാണ്, ഈ നമ്പർ പ്ലേറ്റ് അവർ മറ്റേ കമ്പി വെച്ച് തരുമ്പോൾ ഇവിടുത്തെ മറ്റേ റിവിറ്റ് ഉണ്ടല്ലോ, റിവിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ഒരു നട്ടിൻ്റെ, ആ സംഭവം കറക്റ്റായിരിക്കില്ല. ആ സാധനം ലൂസായിട്ട് നമ്പർ പ്ലേറ്റ് കിടന്ന് ഇളകുന്ന വൈബ്രേഷനാണത്. അതിന് ഈ ബോർഡർ ഇട്ടാൽ മതി. ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ വൈബ്രേഷൻ മാറി കിട്ടും. പിന്നെ നമുക്ക് മെയിനായിട്ട് മോഡിഫിക്കേഷൻ തരത്തിൽ, അതായത് പുതിയതായിട്ട് സ്പ്ലെൻഡർ എടുക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ മോഡിഫിക്കേഷൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ക്ലീൻ സ്പെക്കാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ, മിറർ, അത് രണ്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് മഡ് ഗാർഡ് ഇപ്പോൾ നമുക്ക് ക്ലാമ്പ് അടക്കം ഫുൾ അവൈലബിൾ ആണ്. ഞാനൊക്കെ വെച്ച സമയത്ത് ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഏകദേശം ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ഞാൻ വണ്ടി എടുത്ത് 1 വർഷം കംപ്ലീറ്റ് അതിന് മുമ്പ് തന്നെ ഞാൻ വണ്ടി ഇങ്ങനെ ആക്കിയായിരുന്നു. സോ ഫസ്റ്റ് മോഡിഫൈ ചെയ്ത വണ്ടികളുടെ കൂട്ടത്തിലുള്ള വണ്ടിയാണ് എൻ്റെ. സോ അന്ന് ഞാൻ എടുത്തിട്ട് സെറ്റ് ചെയ്തതാണ് വണ്ടി, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും. എൻ്റെ ഇൻസ്റ്റേ കിടപ്പുണ്ട് വണ്ടിയുടെ ആദ്യം തൊട്ടുള്ള എല്ലാം ഇതും കടയിൽ കിടപ്പുണ്ടായില്ല. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ മേടിച്ചിട്ട് ഏകദേശം 4-5 മാസത്തോളം വീട്ടിൽ തന്നെ വെക്കാൻ പറ്റാതെ. കാരണം ഞാൻ കൊച്ചിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ MBD ഒക്കെ ഭയങ്കര സീനായതുകൊണ്ട് അത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് പിന്നെ അത് വെച്ചത്. സോ അതങ്ങനെ. പിന്നെ ബ്രംബോ ക്യാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്രംബോയുടെ ഓയിൽ ക്യാൻ നമ്മൾ പുതു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അണ്ടർബെല്ലി എങ്ങനെ വെക്കുന്നത് എല്ലാം ചോദിക്കുക. അണ്ടർബെല്ലി വെക്കുന്നത് PVC പൈപ്പിൻ്റെ ക്ലാമ്പ് കിട്ടും. PVC പൈപ്പിൻ്റെ ക്ലാമ്പ്. ഈ ക്ലാമ്പ് നമ്മളെടുത്തിട്ട് കറക്റ്റായിട്ട് അതിലോട്ട് വെച്ചങ്ങ് വെൽഡൊന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് വളച്ചിട്ട് നട്ടിട്ട് കഴിഞ്ഞാൽ സാധനം പക്കയായിട്ട് സീറ്റിംഗ് ആയിരിക്കും, ഒരു സീനും ഉണ്ടാവില്ല. പിന്നെ പറയത്തക്ക ഇതിന് ഏകദേശം എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും. സോ എമൗണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല പറയാൻ പറ്റത്തത്, എനിക്കറിയത്തില്ല. കാരണം നമുക്ക് ഓരോ പ്രാവശ്യം പൈസ കിട്ടുമ്പോൾ നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് ചെയ്തതല്ല. ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് മേടിച്ച് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ എല്ലാം ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ. സോ അത് കറക്റ്റായിട്ടൊരു എമൗണ്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ ഓരോന്നിൻ്റെതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് നമ്മുടെ മഡ് ഗാർഡ് 300 രൂപയാണ്. മഡ് ഗാർഡിന് 300. നമ്മുടെ ഇത് ബോർഡറിന് ഏകദേശം 150 രൂപ, 200 ആ റേഞ്ചിന് പല റേഞ്ചിന് കിട്ടും. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് 250 രൂപ, 250 തോന്നുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്, വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നല്ല പഴക്കമായി, ഞാൻ വണ്ടി എടുത്ത പുറകെ ചെയ്തതാണ്. പിന്നെ ഓയിൽ ക്യാന് 300 പിന്നെ നമ്മുടെ ക്വിക്ക് ത്രോട്ട് 550 രൂപ. ഞാൻ ബാനഡോസിൽ നിന്ന് മറ്റേ ഓഫർ സെയിലിന്, ആനിവേഴ്സറി സെയിലിന് മേടിച്ചാണ്. അവിടെ ക്യൂ ഒക്കെ കടന്ന് കഷ്ടപ്പെട്ട് മേടിച്ചാണ് അത്, മറ്റേ ക്വിക്ക് ത്രോട്ടിൽ. അതുപോലെ ഹാൻഡിൽ ഗ്രിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞത് മോശമായിപ്പോയി. പിന്നെ അണ്ടർബെല്ലി ഏകദേശം 300. പെയിൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 550 സംതിങ് അങ്ങനെ എന്തോ ആണ്. പിന്നെ ചെറിയ സ്റ്റിക്കേഴ്സ്, അതൊക്കെ 50 രൂപയുടെ സ്റ്റിക്കറാണ്, മോട്ടീവുകൾ. പിന്നെ അവിടെയൊക്കെ ഓരോ സ്റ്റിക്കേഴ്സ് വേറെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കസ്റ്റമായിട്ട് ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈലൻസർ 1500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരുടെ നമ്മൾ സെക്കൻഡ് എടുത്തതാണ്. പിന്നെ മെറ്റൽ ഫോൾഡിൻ്റെ സാധനം കിട്ടാനില്ല ഇവിടെ, അതുകൊണ്ട് കിട്ടത്തുമില്ല. സോ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇട്ട് കളഞ്ഞില്ല, അപ്പോൾ തന്നെ പോയി എടുത്തു. ഫ്രഷ് സാധനം റെഡി ക്യാഷ് അപ്പോൾ എടുത്ത് തന്നു. അങ്ങനെയായിരുന്നു. ഞാൻ തലേ ദിവസം വിളിച്ച് പറഞ്ഞാൽ നാളെ വരും എടുക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരെ പോയി എടുത്തിട്ട് വന്ന് വെച്ചു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. സോ ബർത്ത്ഡേയുടെ അന്ന് നേരെ പോയി ചെയ്ത ഫസ്റ്റ് സാധനം അതാണ്. ബർത്ത്ഡേയുടെ അന്ന് വെളുപ്പിന്, അന്ന് മെയ് 8-നാണ് എൻ്റെ ബർത്ത്ഡേ. സോ മെയ് 8-ാം തീയതി രാവിലെ 6 മണിയായപ്പോൾ അവൻ്റെ അടുത്ത് പോയി എടുത്ത് നേരെ വീട്ടിൽ വന്ന് സാധനം ഫിറ്റ് ചെയ്ത് ഒച്ച കയറിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രാന്താണ് അത്, കറക്റ്റ് അവർ കേൾക്കാനുള്ളൊരു അങ്ങനെ. പിന്നെ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വണ്ടിയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ വണ്ടിക്ക് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ടൈമിംഗ് ചെയിൻ. എൻ്റെ OTയിൽ വളരെ നന്നായിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അത്യാവശ്യം ലോങ് ഓടുന്ന വണ്ടിയാണ്. ഞാനിതുകൊണ്ട് ചെന്നൈയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. എവിടെ പോയാലും ഇതുകൊണ്ട് പോവുള്ളൂ. പിന്നെ കോളേജിൽ കൊച്ചിയിൽ പഠിച്ചപ്പോൾ ഞാൻ കോട്ടയത്തായിരുന്നു വീട്. സോ അങ്ങനെ പോയി വരവും എല്ലാം ഇതിൽ തന്നെയാണ്. സോ ഇപ്പോൾ തന്നെ ഏകദേശം വണ്ടി ഓടിയേക്കുന്ന കാണാം 29,000 കിലോമീറ്റർ, 29,127 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതുവരെ ദൈവം സഹായിച്ച് വണ്ടി പെട്രോൾ തീർന്ന് ഓഫായിട്ടില്ല. അതാണ് വണ്ടിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇന്ന് വരെ ഈ വണ്ടി പെട്രോൾ തീർന്ന് ഓഫായിട്ടില്ല. ഒരു വട്ടം തന്നെ വണ്ടി പെട്രോൾ തീരാറായിട്ട് മറ്റേ നോക്ക് കാണിച്ച് ആ വണ്ടി നിർത്തിയത് കറക്റ്റ് പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് തന്നെ. സോ ഇതുവരെ അങ്ങനെ വണ്ടി ചതിച്ചിട്ടില്ല. സോ ഇതൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ് കേട്ടോ. സോ നിങ്ങൾ സ്പ്ലെൻഡർ എടുക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ സ്പ്ലെൻഡർ ഇഷ്ടമുള്ള ഫാൻസായിട്ടുള്ള ആൾക്കാർക്കും ഇത് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ലൈക്ക് B6-ൽ ഇപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇച്ചിരി യുണീക്കായിട്ട് ആ ഒരു മോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ അറിവിൽ ഇതുപോലൊരു വണ്ടി വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ DM നിങ്ങൾക്ക് നോക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ വേണ്ടി ഇങ്ങനെ വെക്കാൻ കാരണം എനിക്ക് B6-ൻ്റെ ആ ഒരു ക്ലീൻ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കറിങ് ഒന്നും ചെയ്യാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൊക്കെ ചെയ്യാം. പക്ഷേ ഡിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ അലോയി മാറേണ്ടി വരും. അലോയി മാറാതെ ഡിസ്ക് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ.
പക്ഷേ നിങ്ങൾക്ക് വെക്കാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഷൈൻ അങ്ങനെയുള്ള വണ്ടികളുടെ ചെറിയ ഡിസ്കേ പറ്റുള്ളൂ. ഞാൻ വെക്കുവാണെങ്കിൽ മോജോയുടെയോ അങ്ങനെ എന്തെങ്കിലും നല്ല ഡിസ്ക്, വലിയ ഡിസ്ക് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വലുത് ആഗ്രഹിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ അലോയ് മാറുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ മാറ്റാത്തത്. എനിക്ക് അലോയ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് ആ പെർഫോമൻസ് നമുക്ക് എങ്ങനെയായാലും മുമ്പിട്ട് കിട്ടത്തില്ല. പിന്നെ അലോയ് നമ്മൾ റിഫ്യൂസ് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏത് ഓഫ് റോഡ് ഇതിലേ വെള്ളം കയറ്റിക്കൊണ്ട് നടക്കാം, ഒരു ഇഷ്യൂ ഇല്ല, ഒറ്റ പ്രശ്നമില്ല. പക്ഷേ റിമിട്ട് ഇനി പറഞ്ഞ പോലെ നമ്മളത് കറക്റ്റായിട്ട് ക്ലീനിങ് പോലും പക്കല്ലെന്നുണ്ടെങ്കിൽ അത് തുരുമ്പ് പിടിച്ച് അത് സീനാവും. ഇത് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യും, ഡെയിലി ക്ലീൻ ചെയ്യും. ഇതിപ്പോൾ വണ്ടി പുത്തം വരക്കണം. കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഫുള്ള് ചെളി പിടിച്ചിരുന്ന വണ്ടിയാണ്. ഞാൻ ഇന്നലെ നൈറ്റ് 12 മണിക്ക് ഇരുന്ന് കഴുകിയതാണ് കേട്ടോ. രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി കഴുകി സെറ്റാക്കി വെച്ചാണ്. പിന്നെ ഞാൻ എപ്പോഴും വണ്ടി ക്ലീൻ ചെയ്യും. വണ്ടി ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ വേറെ ഒരു ഇതുമില്ല, കാരണം അത് പക്കയാണ്. എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട് വണ്ടി എന്താ എപ്പോഴും ക്ലീന്, നീ വാഷിങ്ങിന് കൊടുക്കുന്നതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വാഷിങ്ങിന് കൊടുക്കുന്നതല്ല, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് ഫുള്ള്. സോ അതങ്ങനെ. പിന്നെ വണ്ടിയുടെ DRL വർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ സൗണ്ട് കേൾപ്പിച്ച് തരാം. സോ വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ലൈറ്റ് LED എല്ലാം ഓണാണ്, എല്ലാം ഓഫ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ ആരും ഇറങ്ങിപ്പോവും. അതാണ് എക്സോസ് നോട്ട് വരുന്നത്, എക്സോസ് നോട്ട്. പിന്നെ നമുക്ക് DRLൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് DRL ഇങ്ങനെ കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. അത്യാവശ്യം സെറ്റാണ്. പിന്നെ DRL വേറൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മാറണം. കാരണം എല്ലാവരും വെക്കുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ. ഇവിടെ DRLൻ്റെ അറ്റം വരുന്നിടത്ത് കറക്റ്റായിട്ട് ഗ്ലൂ ഗൺ എന്തെങ്കിലും വെച്ച് ക്ലോസ് ചെയ്തില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം അതികൂടെ ഇറങ്ങിയിട്ട് ഇത് ഫുൾ അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് സൂക്ഷിക്കുക. പിന്നെ എല്ലാവരും ഇപ്പോൾ ഇത് ഹെഡിനകത്താണ് വെക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഹെഡിനകത്ത് വെക്കായിരുന്നു, പക്ഷേ ഞാൻ അപ്പോൾ ഈ ഗ്യാപ്പ് വരത്തില്ല. ഇതിപ്പോൾ കറക്റ്റ് ഹെഡിനകത്ത് ആ കറക്റ്റ് ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പുറത്തോട്ടൊട്ടും തള്ളിയിട്ടില്ല. എവിടെ നോക്കിയാൽ ഞാൻ കറക്റ്റ് ഹെഡിനകത്താണ് നിൽക്കുന്നത്. DRL മാത്രം ഒരു അല്പം പുറത്തോട്ട് നിൽപ്പുണ്ട്. അത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആണ്, പക്ഷേ പുറത്തോട്ട് പോകത്തില്ല. പുറത്തുനിന്ന് ഊരി പറക്കാനൊന്നും പറ്റുമൊന്നുമില്ല. വേണമെങ്കിൽ പറക്കണം എന്നുള്ളവർക്ക് പറക്കാൻ പറ്റും, പക്ഷേ അങ്ങനെ പറക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ നമ്മുടെ ആരും ഇങ്ങനെ പണിതിട്ടില്ല. ആകെ പറിച്ചത് ഒരു വട്ടം പോലീസുകാരാണ്. അവർ പിടിച്ചിട്ട് ഇത് അകത്താക്കേണ്ട പുറത്തല്ല എന്ന് പറഞ്ഞ് അവരത് വലിച്ചു പറിച്ച് കളഞ്ഞായിരുന്നു. പിറ്റേ ദിവസം ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ അത് വേറെ കാര്യം. സോ താല്പര്യമുള്ളവർ എന്തായാലും വണ്ടി എടുക്കാനുള്ളവർ ഒന്നും മടിക്കണ്ട, കാരണം അടിപൊളി വണ്ടിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിക്കൊണ്ട മൈലേജ് എന്ന് പറഞ്ഞാൽ 83 ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ. ഞാൻ അവിടെ നിന്ന് കോയമ്പത്തൂർക്കൊക്കെ വരുമ്പോഴത്തേനും ലോങ് അല്ലേ ഫുൾ ഓടുന്നത്, അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 83. ഇപ്പോൾ ഞാൻ ഈ സൈലൻസർ വെച്ചപ്പോൾ എനിക്ക് കിട്ടുന്നത് 67. സോ അത്രയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. അതെനിക്ക് നഷ്ടമല്ല. 67 കിലോമീറ്ററൊക്കെ ഇപ്പോഴത്തെ മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാൽ ലാഭമാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ പോരായ്മകളുണ്ട്. സോ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ശരിയാക്കേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോകളിൽ അത് റെഡിയാകാം. പിന്നെ എനിക്ക് ഇതുപോലെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വ്ളോഗുകൾ ഇടുന്നതായിരിക്കും. പിന്നെ ഇത് ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പില്ല. അതുപോലെ മൈക്കിൻ്റെ കാര്യത്തിലും വലിയ ഉറപ്പൊന്നുമില്ല. സോ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മുന്നോട്ടും റീൽസ് ഇടും. നമ്മളതനുസരിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.